1.5 മാസങ്ങൾക്ക് ശേഷം ഗാസ വീണ്ടും യുദ്ധഭൂമിയായിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഗാസയിൽ ഇപ്പം വീണ്ടും ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം തുടങ്ങിയിട്ടുണ്ട്. അതിൽ 232 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 500-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. വീണ്ടും വ്യോമാക്രമണം തുടങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വ്യോമാക്രമണം നിർത്തിയിട്ടൊന്നും ഉണ്ടായില്ല. വെടിനിർത്തലിൽ ഒരു കരാർ വന്നു. അതിന് അതായത് അമേരിക്കയിലെ പെട്ടെന്നുണ്ടായ ട്രംപിൻ്റെ വരവോടുകൂടി അതിലൊരു മാറ്റം വന്നു. ഒരു രമ്യതയുണ്ടായി. ഓക്കെ, കുറച്ച് കാലത്തേക്ക് നമുക്ക് വേണ്ട എന്നുള്ള ഒരു രീതിയിൽ ഒരു മാറ്റം വന്നു. അങ്ങനെയൊന്നും നോക്കിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും കാരണം ഇസ്രായേൽ ഒരിക്കലും ഗസയുടെ മേളിലുള്ള യുദ്ധം അവസാനിപ്പിക്കില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി കുറച്ച് ബന്ദികൾ അവരുടെ കയ്യിലുണ്ട്. ആ ബന്ദികളെ ഇതുവരെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തില്ല. കുറച്ച് പേര് കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവരെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ബാക്കി ഇനിയുള്ള ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ ഇതൊന്നും ഹമാസിൻ്റെ ആൾക്കാർ പറയുന്നില്ല. നിലവിൽ ഇതോടൊപ്പം തന്നെ ഇത്രയും കാലങ്ങളായിട്ട് ഒറ്റ ഒരു നിമിഷം കൊണ്ട് ഇസ്രായേലിനെ മുൾമുനയിൽ നിർത്തിയതാണ് ഈ പലസ്തീനികൾ. അപ്പോൾ ഈ ഹമാസിൻ്റെ ഈ ആക്രമണം കൂടുന്നതിനനുസരിച്ച് പലസ്തീനെതിരായിട്ട് ഇസ്രായേൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഹമാസിനെ പൂർണ്ണമായിട്ട് അവിടുന്ന് തുടച്ചു നീക്കാണ്ട്. ഈ വാർത്തയെ കേരളത്തിലെ പല മാധ്യമങ്ങളും കൊടുക്കുന്ന തലക്കെട്ട് വംശഹത്യ, ക്രൂരപീഡനം അങ്ങനെയുള്ള രീതികളിലാണ് കൊടുക്കുന്നത്. അതിനോട് എന്താ ബബിതയ്ക്ക് തോന്നുന്നത്? ഈ വംശഹത്യ ഏറ്റവും കൂടുതൽ അനുഭവിച്ചതാരാ? പലസ്തീനികളാണോ ഇസ്രായേലുകാരാണോ? ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? ഒരുപാട് വംശത്തിന് ശേഷം അവരൊന്നിച്ച് ഒരു കുഞ്ഞു രാജ്യം ഉണ്ടാക്കാനായിട്ട് അവരവിടെ വന്ന് വളരെയധികം കഷ്ടപ്പെട്ട് ആ ഒരു മരുഭൂമിനെ ഇന്നൊരു രാജ്യമാക്കി മാറ്റിയതാണ്. ശരിയല്ലേ? നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യം തന്നെ. നമ്മളുടെ ഇവിടെ പോലും കേരളത്തിൽ പോലും വന്ന് അഭയം തേടിയവരവർ. അപ്പോൾ അവരെ ഈ കൂട്ടക്കുരുതി അല്ലെങ്കിൽ വംശഹത്യ എന്നൊക്കെ പറയാൻ ഏറ്റവും കൂടുതൽ പലസ്തീനികളെക്കാളും നല്ലത് ഇസ്രായേലുകാർ തന്നെയായിരിക്കും. അതുകൊണ്ട് അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു ജനത അവരാണ്. അപ്പോൾ അവർക്കിടെ വാക്കുകളെടുത്ത് ഇങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കേരളത്തിൽ ഗസയോട് ഇത്തിരി താല്പര്യം കൂടുതലുള്ളവരാണ്. ഇന്ത്യ പാകിസ്ഥാൻ തോറ്റു കഴിഞ്ഞാൽ കരയുന്ന മലയാളികൾ എവിടെയുള്ളവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ മാത്രമേ അതിനെ ഇവിടെ ഈ ഗസയെക്കുറിച്ചുള്ള കരച്ചിലിനെ കാണേണ്ട ആവശ്യമുള്ളൂ. ഇസ്രായേൽ നിലവിലിപ്പോൾ ഈ ആക്രമണം തുടരാനുള്ള കാര്യം ബന്ദികളെ വിട്ടുകൊടുക്കില്ല എന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഉണ്ടായ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 400-ലധികം, നമ്മൾ ഇപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് 200-ലധികം എന്നാണ്, ഇപ്പം അത് 400-ലധികം പേര് കൊല്ലപ്പെട്ടെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ആക്രമണം തുടരുമെന്നും ബന്ദികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം തള്ളിയ ഹമാസിന് മറുപടി കൊടുക്കുന്നതാണ് നെതന്യാഹു. അത് വളരെ ഭീഷണി സ്വരത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു. 2 ആവശ്യങ്ങളാണ്. ഒന്ന് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതും, രണ്ടാമത് ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക ലക്ഷ്യം എന്നുള്ളത് തുറന്ന് പറയുകയാണ് ചെയ്യുന്നത്. ശരി. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ കൂടെ ഇപ്പോൾ ട്രംപ് ഉണ്ട്. നേരത്തെ ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് അവർക്ക് എന്തിനും സപ്പോർട്ടായിട്ട് ട്രംപ് കൂടെയുള്ളിടത്തോളം കാലം അമേരിക്കയുടെ ഒരു സപ്പോർട്ട് കൂടി ഹമാസിനെ തുടച്ചു നീക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഇത്രയും കാലമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. തങ്ങളുടെ ബന്ദികളെ ഒരു ബന്ദികളെ 2 ബന്ദികളെ കിട്ടാൻ വേണ്ടി ഇസ്രായേൽ എത്രയോ ബന്ദികളെ അവർ പാലസ്തീനിലേക്ക് തിരിച്ചുവിടുന്നത്. അപ്പോൾ ഈ ഹമാസിന് വേണ്ടി വഴങ്ങേണ്ട കാര്യം ഒരിക്കലും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനില്ല. അതുകൊണ്ട് അവർക്ക് ഭീഷണി, അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുക എന്നാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം, അല്ലെങ്കിൽ അവരുടെ ചുമതല. ആ ഒരു ചുമതല ഉള്ളിടത്തോളം കാലം ഇസ്രായേലിൻ്റെ അതിർത്തികൾ കാത്തുകൊണ്ട് ഇന്നും ഇസ്രായേൽ പട്ടാളം നോക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഗാസയിൽ കാണുന്നത്. കാരണം അവരുടെ അതിർത്തി കടന്ന് വന്ന ഒരാൾക്കാരെ ഇനി അവർ ഒരു കാരണവശാലും ആ രാജ്യത്തേക്ക് കയറ്റത്തില്ല, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അടുത്ത് ഒരു തീവ്രവാദ പ്രവർത്തനം നടത്താൻ അവർ ഹമാസിനെ ഇനി അനുവദിക്കില്ല. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം മറ്റൊരു രാജ്യത്ത് നിന്ന് അവരുടെ ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് വരാൻ കഴിവുള്ള ഇസ്രായേൽ സേനയ്ക്ക് ഒരിക്കലും ഹമാസിനെ പോലുള്ള ഒരു രാജ്യവിരുദ്ധ അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ലാത്ത ഒരു ഭീകര സംഘടനയാണ് ഹമാസ്. ആ ഹമാസ് ലോകരാജ്യങ്ങളെല്ലാം ഒരിക്കലും ഒരു ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയെ ഇന്ന് വരെ ഒരു ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. ആ നിലയ്ക്ക് ഹമാസിനെ തുടച്ചു നീക്കാൻ ഇസ്രായേലിന് ശരിക്കും പറഞ്ഞാൽ മണിക്കൂറുകളുടെ ആവശ്യമുള്ളൂ. എന്നിട്ടും വളരെ ന്യായപൂർവമായിട്ട്, കാരണം ആ രാജ്യത്ത് ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ടെന്നും അവർക്ക് ഒരുപാട് ടൈം കൊടുത്തു. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ കേസ് പറയുന്നുണ്ടല്ലോ. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പത്രങ്ങളിൽ കാണുന്നത്
ബോംബിട്ട് തകർത്തു, ഹോസ്പിറ്റലുകൾ തകർത്തു, കുറച്ച് നാൾ സ്ഥിരം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അതായിരുന്നു, ഹോസ്പിറ്റൽ തകർത്തു ഇസ്രായേൽ, പിന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. ഇതൊക്കെ നിലവിൽ ഈ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള സ്ത്രീകളെയും അവിടുത്തെ ജനങ്ങളെയും ഫ്രണ്ടിലൊരു കവചമായിട്ട് നിർത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ സേഫ് സോണായിട്ട് നിൽക്കലായിരുന്നു ഈ ഹമാസ് നേതാക്കന്മാർ ചെയ്തതെന്ന്. അവരോട് ഒരു 10 മിനിറ്റ് മുമ്പായിരിക്കും ചിലപ്പോൾ പറയുന്നത്, ഞങ്ങൾ ഇടാൻ പോകുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് മാറിക്കൊന്നാണ്. അത്രയും ജനങ്ങൾ മാറിക്കോളും. ആ കറക്റ്റ് ടൈമിൽ അവിടെ ബോംബിട്ടാവ് തറക്കും. കാരണം അവർക്ക് വേറെ ഓപ്ഷനില്ല. കാരണം അവരുടെ ബന്ധുക്കളെ എവിടെയെന്ന് അവർ ചോദിച്ചിട്ട് പറയുന്നില്ല. അതല്ലെങ്കിൽ അവർ സമാധാനമായിട്ടൊരു സന്തോഷപൂർവ്വമായിട്ടൊരു ദിവസത്തിൽ പെട്ടെന്ന് അതിർത്തിയിൽ കൊണ്ടുവന്ന് അവരുടെ JCB കൊണ്ടും പറന്നിറങ്ങിയും ഒരു ജനതേനെ മുഴുവൻ കൊന്നെടുക്കാൻ വീട്ടിൽ കയറി അങ്ങനെയുള്ള ആക്രമണം ചെയ്തവരോട് ഇപ്പം നമ്മൾ നിലവിൽ അങ്ങനെ ചെയ്യല്ലേ? ഇപ്പം നമുക്കൊരു പാകിസ്ഥാനി നമ്മുടെ ഒരു പട്ടാളക്കാരൻ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ വെടിയുണ്ട് മരണപ്പെട്ടാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോലും പറയും പാകിസ്ഥാനെ അടിക്കണം എന്ന് പറയും. ഇത് തന്നെയാണ്. കാരണം ഇതിനേക്കാൾ 100 ഇരട്ടി വീര്യമുള്ള ജനങ്ങളാണ് ഇസ്രായേൽ. കാരണം അവരത്രയും പൊരുതി ജീവിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ഭരണകൂടത്തിനേക്കാൾ ആവേശത്തിലാണ് അവിടുത്തെ പ്രതിപക്ഷമായാലും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളായാലും. ഒരിക്കലും പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം തങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങൾക്ക് വേണ്ടത് മനസ്സമാധാനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സമാധാനം കൊടുക്കാൻ അവിടുത്തെ ഭരണകൂടവും ഇറങ്ങി പുറപ്പെടും. കാരണം സ്വന്തം രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സമാധാനമാണ് ഏതൊരു രാഷ്ട്ര നേതാവിൻ്റെയും ചുമതല. അത് മാത്രമാണ് നെതന്യാഹുവും ചെയ്യുന്നത്, അതുമാത്രമാണ് മോദിയും ചെയ്യുന്നത്.